ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ഹൈക്കോടതിക്കാണ്. എല്ലാ ഫാമിലിയും ഇട്ടാ ഇന്നെന്താ വെച്ചാൽ ഇന്ന് ഞങ്ങളെ അനിയുണ്ട്, പാപ്പൻ്റെ മോൻ. അപ്പോൾ ഓൻ്റെ എൻറോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാമിലി അടക്കം പോവാം. എല്ലാവരും കൂടെ എറണാകുളത്തേക്ക് പോവാം. ഹൈക്കോടതിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് എല്ലാവരും ഉണ്ട്. ഒരു വണ്ടി വിളിച്ചാൽ നേരെ പോവാണ്. 10 രൂപ ആളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചായ പിടിക്കാൻ അവിടെ ഇറങ്ങിയതാണ്. കുറച്ച് നേരത്തെ പോന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 മണി 4:30 പോകുന്നത്. ഇപ്പോൾ ഏകദേശം 8:00 അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ യാത്ര ആകുമ്പോഴേക്കും അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട്. ചായ പിടിച്ച് കഴിഞ്ഞ് കയ്യൊക്കെ ആണ് ചിലവർ. അമ്മ കയറി. അപ്പോൾ ഹൈക്കോടതിൻ്റെ മുന്നിലെത്തിയിട്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായി. അതിൻ്റെ ഗേറ്റ് കാര്യങ്ങളൊന്നും തുറന്നിട്ടൊന്നുമില്ല. പിന്നെ അനിയനെ വിളിച്ചു നോക്കി. അപ്പോൾ റൂമിലവൻ അവനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കേരള ഹൈക്കോടതി ആദ്യമായിട്ടാണ് കാണുന്നത്. നീ കാണാൻ ആദ്യമായിട്ടല്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞ. ഇന്ന് ഒരുപാട് പേരുടെ എൻറോൾമെന്റ് ഉണ്ട് തോന്നുന്നത്. ഒരുപാട് ഫാമിലീസ് ഇതേമാതിരി കാണാനൊക്കെ ആയിട്ട് കാഴ്ചകൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ ഒന്നുണ്ടായിരുന്നു. സുധീന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഇന്നലെ ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് അങ്ങനെ ഇവിടെ ഒരുപാട് പേര്. ഇന്ന് സൺഡേ ആണല്ലോ. കേസിന്റെ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ എൻറോൾമെന്റിന് വേണ്ടി മാത്രമായിട്ട് തോന്നും. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഞങ്ങളും അതിലൊരു ഫാമിലിയാണ്. ഓക്കെ, അതാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ള വക്കീല്. അപ്പോൾ ഒപ്പം വന്നതാണ്. ലുക്കൊക്കെ അടിപൊളിയല്ല. പിന്നെയോ നമ്മളെ വക്കീലിനൊരു കൈയെടുത്താ. ലുക്കൊക്കെ അടിപൊളിയാണ്. ഒക്കെ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഫോട്ടോ എടുക്കണേ ഇപ്പോൾ ഫോട്ടോ എടുക്കും. ഇതൊക്കെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെ പയ്യനേതായാലും നല്ല ലുക്കായിട്ടുണ്ട് ആ കോട്ടിൽ. അതാണ് ഗൗൺ. അതങ്ങനെ ഗൗൺ, അവൻ്റെ ഗൗണാണത്. പിന്നോ ഗൗൺ ഇട്ട് അങ്ങനെ നമ്മളെ മമ്മൂട്ടിയൊക്കെ വരുന്നുണ്ട്. വാവ്, നിങ്ങൾ ക്യാമറയായിട്ടൊക്കെ വന്നത് പിന്നെ നല്ല പടം കിട്ടണല്ലോ. അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഞങ്ങൾ ഫാമിലി ഒന്നായിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാണ്ട് അവൻ്റെ സിംഗിൾ അടിക്കാണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അപ്പോൾ ഞങ്ങൾ കേരള ഹൈക്കോടതിൻ്റെ ബാർ കൗൺസിലിൻ്റെ മുന്നിലൊക്കെ ഉള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അത്യാവശ്യം നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ എൻറോൾമെൻറ്റിന് വേണ്ടി വന്നതാണ്. ഈ സൺഡേ ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ക്യാമറയായിട്ടൊക്കെ വന്നത്. അപ്പോൾ പയ്യന് കുറച്ച് പടങ്ങൾ കിട്ടണമല്ലോ അല്ലേ. അങ്ങനെ നൈസാണ്. ഇതിൻ്റെ വേറെ രസം എന്താ വെച്ചാൽ ഇവിടെ ഒരു വക്കീലിൻ്റെ കൂടെ പറഞ്ഞ ഫാമിലിയിൽ ഞങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഞങ്ങൾ 22 ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളൊരു അത്ര വലിയ വണ്ടി ഇനി കുറെ ഫോട്ടോ എടുക്കാണ്. ഞങ്ങൾ ഹൈക്കോടതിന്റെ ഗേറ്റിന് മുന്നിൽ ഫോട്ടോ എടുത്തു. പക്ഷെ പൊരി വെയിലായതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എവിടെയെങ്കിലും പിന്നെ അവൻ്റെ എൻ്റെ 10 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ടൊക്കെ എല്ലാവർക്കും ഫോട്ടോ വേണം. സ്റ്റാറ്റസ് വെക്കാനും ആശയങ്ങൾക്കൊക്കെ ആയിട്ട് എല്ലാവർക്കും ഫോട്ടോ വേണം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എത്തിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഹൈക്കോടതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഒരാൾക്ക് 250 രൂപയാണ് ഇതിന് ടിക്കറ്റ് ഇല്ല. 4 ആൾക്ക് അങ്ങനെ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ 4 ആൾക്കുള്ള ടിക്കറ്റ്. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. ഉള്ളിലേക്ക് ഹാളിലേക്ക് കയറുന്നില്ല. ഗവൺമെൻറ് ഹാളിലേക്ക് കയറുന്നില്ല. ഇനി നോക്കട്ടെ, അതിന് അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കയറാം അല്ലേ. ഈ ഒരു വെയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് നമ്മളെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. പിന്നെ 85 ലെൻസ് ആട്ടത്, അതും ഒരു പ്രശ്നമാണ്. പക്ഷേ എന്തായാലും അതിന്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വളരെ പിന്നെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് ഒരു കയറ്റില്ല. അപ്പൊ നമ്മൾ അതാണ് അവിടെ പോയത്, ബാർ കൗൺസിലിന്റെ അവിടെ പോയത്. എൻറോൾമെന്റ് കഴിഞ്ഞ അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങണം എന്നാണല്ലോ. സ്വാഭാവികല്ലേ, കാരണം അത്രയും സെക്യൂരിറ്റി. എൻറോൾമെന്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാണ്ട്. പിന്നെ അവന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ അവിടെ
ഫോട്ടോ എടുപ്പിലൊക്കെയാണ്. അപ്പോൾ നമ്മളിത് കൂടി പോവാം, ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ കൂടുതലുള്ളവരൊക്കെ മുന്നിലുണ്ട് കേട്ടോ. എവിടെ വേമ്പാ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഗേറ്റ് 3 ഞങ്ങൾ പോണത് ഗേറ്റ് 4 ഗേറ്റ് 4 അവിടെയല്ല ഞങ്ങളെ എൻട്രൻസ്. അപ്പോൾ എല്ലാവരും അങ്ങനെ നടന്നുകൊടുക്കുകയാണ്. ഈ 4ാം ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ് ജയിലില്ലേ, എറണാകുളം സബ് ജയിൽ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് 4ാം ഗേറ്റ് വരല്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല വെയിലുണ്ടിട്ട് ക്ഷീണിച്ചു. 4ാം ഗേറ്റിൻ്റെ അവിടെ കുറച്ച് തണലുണ്ട്, നല്ല അടിപൊളി. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാം കൂടി വെയിറ്റ് ചെയ്യാണ്. എടാ ക്യാമറ അടിച്ചാണ്ട് ഒരാളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിനുള്ളിൽ പാസ്സുള്ളവർക്ക് കയറില്ല. ഞങ്ങൾ 4 പേർക്കാണ് പാസ്സുള്ളത്. അപ്പോൾ ഒരു കയറുന്നുണ്ട്. ഞങ്ങൾ തൽക്കാലം പുറത്ത് നിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ കേരള ഹൈക്കോടതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളിപ്പോൾ, ഹാളിലാണ്. ഞങ്ങൾ കയറാൻ പറ്റില്ല എന്ന് കരുതിയിരുന്നു. അപ്പോൾ പാസ്സില്ലെങ്കിലും ഒരുപാട് പേര് കയറുന്നുണ്ട്. അതായത് ഒപ്പമുള്ള പാസ്സുള്ള ഉറപ്പാട് അവർക്ക് വന്നവർക്കൊക്കെ കയറാം. അങ്ങനെ ഞങ്ങളിത് കയറിയത്. ഈ കസേരൊക്കെ ഫുള്ളാണ് കേട്ടോ. ഞങ്ങളിതിനെ ബാൽക്കണിയിൽ കയറിയാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ കേരള ഹൈക്കോടതിൻ്റെ എൻറോൾമെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യണ ഹാളിൻ്റെ ഉള്ളിലാട്ടോ നമ്മളുള്ളത്. ബാൽക്കണി ഫുള്ളുണ്ട്. പിന്നെ ഇതാണ് സ്റ്റേജ് കാണുന്നത്. ഇവിടെ ഇന്നിപ്പോൾ ചെയ്യാനുള്ളത് ഈ കാണുന്ന ഈ വൈറ്റ് അല്ലാത്ത സീറ്റിലിരിക്കുന്നവരൊക്കെ ഇന്ന് ചെയ്യാനുള്ളതാണ്. ഈ നടന്നു വരുന്ന ഹൈക്കോടതിയിലെ ഒരു ജഡ്ജാണ്. ഇവരാണ് നമ്മുടെ എൻറോൾ ചെയ്ത് വരുന്ന പുതിയ വക്കീലന്മാർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. നമുക്ക് ആദ്യം അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിരുന്നു, വളരെ സൈലൻ്റ് ആയിരിക്കണം, മൊബൈലെല്ലാം സൈലൻറ്റ് മോഡിലേക്ക് ആക്കി വെച്ചിട്ട് വളരെ ജെൻറ്റിലായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിരുന്നു. At all times conduct myself in accordance with the rules of professional conduct in etiquette as prescribed by the Bar Council of India, State Bar Council from time നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് എൻറോൾ ചെയ്യാൻ പോകുന്ന വക്കീലന്മാരുടെ ഓത്തിൻ്റെ സെറിമണി ആയിരുന്നു. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, പിന്നെ വരുന്ന ഓരോരുത്തർ ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്നിട്ട് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുക. സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു സീനിയർ വക്കീൽ ഇന്ന ആൾ എൻറോൾഡ് ആയി എന്ന് മൈക്കിലൂടെ പറയുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. എൻ്റെ ബ്രദറാണ് ഇപ്പോൾ വരാൻ പോകുന്ന ആൾ. അവനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Rechin style PC. Rechin style Muhammad Rasa T. Muhammad Rasa P is enrolled. Ardra Madhu. Ardra Madhu is. അപ്പോൾ ഞങ്ങൾ ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് മെല്ലാണ് ഇറങ്ങിയതാ. നമ്മുടെ ചെക്കൻ്റെ ഓത്തൊക്കെ മര്യാദക്ക് കിട്ടി, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ശരിക്കും കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. നല്ല ആൾക്കാർ, ഭയങ്കര അല്ലേ, ഫ്രഷാണ് അല്ലേ, കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. ഒഫീഷ്യലി ഞങ്ങൾക്കൊരു വക്കീലായി അല്ലേ. വക്കീല് പോലീസൊക്കെ ആയില്ലടാ, എല്ലാം ആയില്ലേ. എന്താണ് എൻറോൾമെന്റ് കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടുത്തെ ഒരു ടീം തന്നെ റോസാപ്പ് കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഈ കാണുന്നത്. റോസ കൊടുത്ത് സ്വീകരിക്കണമൊക്കെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ബ്രദർ എത്തിയിട്ടില്ല തോന്നണം. അത്യാവശ്യം നല്ല ജനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ സുധി ആ പോവാങ്ങ എങ്ങനെയാ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നല്ലേ? എങ്ങനെ സർട്ടിഫിക്കറ്റ് അടിപൊളി. ഓക്കെ, അപ്പോൾ എൻറോൾമെൻറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്ത പോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് റഷ് അല്ലാത്ത കുറച്ച് ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മാറിയതാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിൻ്റെ നേരെ ബാക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും അവൻ്റെ കൂടെ നിങ്ങാണ്ട് സിംഗിളായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേരില്ലേ, 10-22 പേരുണ്ടല്ലോ. അതേപോലെ തന്നെ നല്ല ഫോട്ടോ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോരുകയും ചെയ്തു.
കൺമണിയുടെ സിംഗിൾ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാണ്ട് എല്ലാം എല്ലാം വേണം തീർക്കണം. ഓക്കെ അല്ലേ?